السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള മുസ്ലിം സാമൂഹ്യ നിർമ്മിതി പല അഡരുകളുള്ള അവിരാമ പ്രക്രിയയാണ്. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. കാലവും സാങ്കേതികവും മാറുന്നതിനനുസരിച്ച് അതിന്റെ പ്രയോഗങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ പരിഷ്കരണ പ്രക്രിയ ഒരിക്കലും നിലച്ചുപോയിട്ടില്ല. ഇറ്റലിയിൽ ആരംഭിച്ച് യൂറോപ്പിലാകെ വ്യാപിച്ച മാറ്റത്തെയോ ഇന്ത്യയിൽ ഹിന്ദു സമുദായത്തിലുണ്ടായ പരിഷ്കരണങ്ങളെയോ മുൻനിർത്തി കേരള മുസ്ലിം പൊതുജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ വിലയിരുത്തുന്നത് ഭീമാബദ്ധമാകും. കാരണം യൂറോപ്പിലെ യാഥാസ്ഥിക ക്രൈസ്തവ സഭയുടെ അധീശത്തിനെതിരെയുള്ള രോഷമായിരുന്നു. ഇന്ത്യയിൽ അതിന്റെ രൂപം കിയാളരെ മനുഷ്യരായി പോലും പരിഗണിക്കാതിരുന്ന ബ്രാഹ്മണിസത്തിനെതിരെയുള്ള കലാപമായിരുന്നു. പിന്നെ എന്താണ് നാം നവോത്ഥാനം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇല്ലായ്മയുടെ ഭൂതകാലത്തും സമൃദ്ധിയുടെ സമകാലത്തും ഒരേ മനസ്സോടെ സാമൂഹിക വികാസം സാധ്യമാക്കാൻ അതത് കാലത്തെ പണ്ഡിതന്മാരും അവരുടെ അനുയായികളും ചേർന്ന് നടത്തിയ സഫല പരിശ്രമങ്ങളെയാണ് നാം യഥാർത്ഥത്തിൽ നവോത്ഥാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ചരിത്രാഭിപ്രായങ്ങളിൽ വൈവിധ്യം നിലനിൽക്കെ തന്നെ മാലിക് ദിനാറിൽ എത്തി നിൽക്കുന്ന പൈതൃകവും പാരമ്പര്യവുമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ളത്. മഖ്ദൂമി പരമ്പര മലബാറിലുടനീളം രൂപപ്പെടുത്തിയെടുത്ത ചെറിയ പൊന്നാനി മാതൃകകൾ, ഹളറമി, ബുഖാരി, അറബേതര ഡയസ്പോറകൾ തുടങ്ങിയവയിലൂടെ പരിണാമപ്പെട്ടതാണ് കേരള മുസ്ലിമിന്റെ സ്വത്വം. കലാന്തരങ്ങളിൽ സൂഫി മാർഗങ്ങളിലൂടെയും ഖാസി ഉലമ ശൃംഖലകളിലൂടെയും മലബാർ മുസ്ലിങ്ങളെ ഏകോപിതരായിരുന്നു എന്നും അവർ ആഗോള സമൂഹങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ മഹ്മൂദ് കൂരിയുടെ കോസ്മോപോളിസ് ഓഫ് ലോ എന്ന് തുടങ്ങുന്ന പഠനത്തിൽ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അതേ താവയിലാണ് സമസ്തയും സഞ്ചരിച്ചു പോരുന്നത്. ചരിത്രമെഴുത്ത് പലപ്പോഴും ഇൻഡിസിപ്ലിനറിയാണ്. ഒരു ചരിത്രം വാസ്തവമാണെന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്ന് അതിനനുവർത്തിക്കുന്ന സമീപനങ്ങളിലെ സൂക്ഷ്മതയാണ്. ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് കേരള മുസ്ലിം നവോത്ഥാനം ഐക്യ സംഘത്തിൽ നിന്ന് തുടങ്ങുന്നവരുടെ പരിമിതി. അതിനു മുമ്പുള്ള ചരിത്രം അവർ ഇരുട്ടറയിൽ തളച്ചിടാറാണ് പതിവ്. യഥാർത്ഥത്തിൽ 1921 മലബാർ കലാപത്തോടെ സാമ്പത്തികപരമായും സാമൂഹികപരമായും തകർന്നടിഞ്ഞ സാധാരണക്കാരായ മുസ്ലിം ജനസാമാന്യത്തിന്റെ ദരിദ്രാവസ്ഥ ചൂഷണം ചെയ്ത് അവരെ സലഫിസത്തിലേക്ക് വഴി നടത്താനായിരുന്നു ഈ പ്രസ്ഥാനങ്ങളുടെ ശ്രമങ്ങൾ അത്രയും. അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും നേതൃത്വത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഈ സമൂഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. മതരാഷ്ട്രവാദത്തെയും തീവ്രവാദത്തെയും ദിശാരഹിത രാഷ്ട്രീയത്തെയും എതിർത്തുകൊണ്ട് യഥാർത്ഥ പരിഷ്കരണങ്ങളിലേക്ക്, നാളെയുടെ ഉള്ളടക്കമുള്ള ഉണർവിലേക്ക് സമസ്ത ഈ പണ്ഡിതന്മാർ നമ്മെ മുന്നോട്ട് നയിക്കുകയുണ്ടായി. എന്നാൽ സമസ്തയുടെ ഈ രൂപീകരണം കേരള മുസ്ലിം പാരമ്പര്യ മുസ്ലിങ്ങളുടെ സംഘടനാ ശ്രമങ്ങളുടെ തുടക്കം മാത്രമായി കാണുന്നത് പരിമിതമായ ചരിത്ര വീക്ഷണമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനെ ആഗോളതലത്തിൽ നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ട പാരമ്പര്യ ഇസ്ലാമിന്റെ കേരളീയ തുടർച്ചയായിട്ടാണ് വായിക്കേണ്ടത്. മാറ്റത്തിന്റെ ആധുനിക പ്രകൃതിയിലും സമുദായത്തിന് കൃത്യമായി ദിശ നിർണയിക്കുന്ന കസ്റ്റേഡിയൻ ഓഫ് കണ്ടിന്യൂറ്റി, തുടർച്ചയുടെ കാവൽക്കാർ എന്ന ദൗത്യം ഉപരിസൂചിക പൈതൃകത്തിന്റെ അമരക്കാരായി നിലകൊള്ളുന്ന സമസ്ത പണ്ഡിതന്മാർ ഉചിതമായി നിർവഹിച്ചു എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഫൈസൽ ദേവ്ജി പറയുന്ന ഒരു നിരീക്ഷണമുണ്ട്. ആധുനിക ലോകത്ത് ആഗോള ഇസ്ലാം തകർന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നും പല മുസ്ലിം സംഘടനകളും തങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ സഹിഷ്ണുത, മനുഷ്യാവകാശം തുടങ്ങിയ പാശ്ചാത്യ ലിബറൽ പരികൽപ്പനകളെ ആശ്രയിക്കുകയാണെന്നും, അങ്ങനെ ഇസ്ലാമിൻ്റെ മൗലികമായ പദാവലികളിൽ നിന്നും മാറി പാശ്ചാത്യ നിർമ്മിതിയിലൂടെ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മതത്തിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നു എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. എന്നാൽ പാരമ്പര്യത്തിൽ കാലൂന്നിക്കൊണ്ട് തന്നെ ആധുനികതയിൽ നടക്കാൻ സമസ്ത നമ്മെ പ്രാപ്തരാക്കി. ആശങ്കകൾ ഉണ്ടാകുമ്പോൾ ദീർഘവീക്ഷണമുള്ള മറുപടികൾ തന്ന് അവർ നമ്മെ മുന്നിൽ നിന്ന് നയിച്ചു. വൈകാരികതയുടെ ചൂടുകാട് രൂപപ്പെടുമ്പോൾ അതിനെ
കനലുകൾ കൊടുക്കാതെ നമുക്ക് ചൂടും വെളിച്ചവുമായി അവർ നമ്മെ മുന്നോട്ട് നയിക്കുകയാണ് ഉണ്ടായത്. അത് തന്നെയാണ് സമസ്ത ചെയ്ത ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.